രാഹുലിന് പകരം കോമഡി പിഷാരടിയോ? കഴിഞ്ഞ ദിവസം മുതൽ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. പാലക്കാട്ട് രാഹുലിന് പകരം നമ്മുടെ കോമഡി പിഷാരടിയെ നിർത്തുവാനുള്ള പദ്ധതികൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്ന്. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്ന് ജനങ്ങൾക്ക് പ്രതികരിക്കുവാനുള്ള ഒരു ചോദ്യം ഇതാണ്: രാഹുലിന് പകരം കോമഡി പിഷാരടിയോ? ഈ ഒരു നിലപാടിനോട് നിങ്ങൾ എപ്രകാരം യോജിക്കുന്നു? നമുക്കറിയാം, ലക്ഷ്യ 2026 എന്ന പേരിൽ നമ്മുടെ നേതാക്കന്മാരെല്ലാം വയനാട്ടിൽ വട്ടമേശ സമ്മേളനം നടത്തി പിരിയുകയുണ്ടായി. ഇന്ന് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്, മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി ഞങ്ങളുടെ ഇടയിൽ തർക്കമൊന്നുമില്ല എന്നും പറഞ്ഞ് ഈ കസേരമോഹികളായ നേതാക്കന്മാരെല്ലാം കെട്ടിപ്പിടിച്ച് ഫോട്ടോ എല്ലാം ഇതാ നൽകി കഴിഞ്ഞു. 100 സീറ്റ് ഉറപ്പാണ് എന്ന് എല്ലാവന്മാരും മാറി മാറി പ്രഖ്യാപിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഇവന്മാരൊരു പ്രശ്നവും ഉണ്ടാക്കാതെ മിണ്ടാതെ പോയിരുന്നാൽ പോലും ഒരു 100-110 സീറ്റിന് മേളിൽ കിട്ടുമെന്ന് ഇവിടുത്തെ കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ പോലും അറിയാം. കാരണം അത്രത്തോളം ഒരു ഭരണ വിരുദ്ധ തരംഗം കേരളത്തിൽ അലയടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഇവന്മാരായിട്ട് ന്യൂട്രലൈസ് ചെയ്ത് കളയാതിരുന്നാൽ മതി. അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ഒരു 100, 110, 115 സീറ്റ് വരെ ലഭിക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെയുണ്ട്. പക്ഷേ ഈ ലക്ഷ്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട് എന്നതാണ്. കെ.സി. വേണുഗോപാൽ ഇപ്രകാരം ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതെല്ലാം ഞങ്ങളുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ദേശീയ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയുടെ ആ പ്ലാനിങ്ങും ആ കാലേ കൂട്ടിയുള്ള മുന്നൊരുക്കവും ആസൂത്രണവും അതുപോലെ തന്നെ തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന സുനിൽ കനകുലു എന്ന ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിൻ്റെ സ്ട്രാറ്റജിയും സ്കില്ലും ആ ദേശീയ നേതൃത്വത്തിൻ്റെ ഡയറക്ഷനും അവരുടെ ആ പ്രഡിക്ഷനും മറ്റേ അവരയച്ചേക്കുന്ന ആ പൊട്ടുമാമിയുടെ ഇവിടെ താമസിച്ചുള്ള പ്രവർത്തനവും ഒക്കെ കൊണ്ടാണ് ഈ നേട്ടമുണ്ടായത് എന്ന് അതിൻ്റെ ക്ലെയിം എടുക്കണമെങ്കിൽ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കണം. അന്നേരം ഈ ലക്ഷ്യ 2026 ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. അന്നേരം അതിനകത്ത് ഇവരുടെ പെയ്ഡ് റൈറ്റപ്പുകൾ ചെയ്യുന്ന ചില മാപ്രകൾ ചില മാധ്യമങ്ങളിലൂടെ സുനിൽ കനകുലുവിൻ്റെ സ്ട്രാറ്റജി ടീം 140 മണ്ഡലങ്ങളിലും വളരെ കാൻഡിഡായിട്ട് സർവേ നടത്തി. ആ സർവേ പ്രകാരം വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ പ്രകാരമായിരിക്കും സ്ഥാനാർത്ഥി നിർണയം എന്നുള്ള ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയില് പ്രഖ്യാപിക്കുക. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരൊന്നും അലമ്പുണ്ടാക്കല്. ഈ 140 മണ്ഡലങ്ങളിലും ഈ കനകുലുവിൻ്റെ ടീം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ മികവുള്ള സ്ഥാനാർത്ഥി ആരാണ്, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാൻഡിഡേറ്റ് ആരാണ്, അല്ലെങ്കിൽ ഇത്തവണ സീറ്റ് കൊടുക്കുക പറ്റാത്ത തരത്തിലുള്ള MLA ആരാണ്, അതല്ലെങ്കിൽ ഏത് പുതുമുഖങ്ങളെ പരീക്ഷിക്കാം എന്നൊക്കെയുള്ള ഒരു സജഷൻ ഈ കനകുലുവിൻ്റെ ടീം കൊടുത്തിട്ടുണ്ട് എന്നാണ് KC ടീം പറയുന്നത്. കാരണം ഇതൊക്കെ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലാണെന്ന് ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള നേതാക്കന്മാർ മനസ്സിലാക്കണം. കാരണം ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെയുള്ള വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ പറയണം. പിന്നെ ഇതിന് പഴിചാരാൻ ഒരു പേര് വേണം. അതാണ് കനകുലു ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നതും എന്തോ കാര്യമായിട്ട് എഴുതുന്നതും ഒക്കെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ മനോരമ അടക്കമുള്ള മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതിനർത്ഥം കനകുലു ഒക്കെ ഇങ്ങനെ വന്നിരുന്ന് മറിച്ച് ഒരു ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തതിൻ്റെ ഭാഗമാണ് ഈ തീരുമാനങ്ങളെല്ലാം വരുത്തി എന്നാണ്. പക്ഷേ അവർക്കൊരു ലക്ഷ്യമുണ്ട്, അവർക്കൊരു ഗെയിം പ്ലാൻ ഉണ്ട്. ആ ഗെയിം പ്ലാൻ അനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. അതിനുള്ള ഒരു ചെറിയ ഗിമ്മിക്കാണ് ഈ ലക്ഷ്യ 2026 ഇവൻറ്റും അതുപോലെ തന്നെ ഈ കനകുലുവിൻ്റെ പ്രസൻറ്റേഷനും പ്രഹസനവും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നോക്കുക, ഈ കനകുലുവിൻ്റെ സ്ട്രാറ്റജി അനുസരിച്ചിട്ടാണോ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്? ഇനി വാർ റൂം, ഇവന്മാർ കുറേ കാലമായി പറയുന്നു വാർ റൂം ഉണ്ടാക്കുന്നു, വാർ റൂമിൻ്റെ ചെയർമാനായി ഹർഷകനാഥത്തിനെ കൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാസങ്ങളായി. പക്ഷേ ഒരുത്തനും ഇതുവരെ ലാൻഡ് ചെയ്തിട്ടില്ല. ഇനി ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ ഈ ഹർഷകനാഥത്തിൻ്റെ വാർ റൂമും ഇവന്മാരും എല്ലാം കൂടെ കുത്തിയിരുന്ന് ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി അനുസരിച്ചിട്ടാണോ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ ആരോടാണ് ഇവന്മാർ പറയുന്നത്? ഇതൊക്കെ ഈ പാർട്ടിയിലെ ഈ മണ്ണുണ്ണാക്കന്മാരെ പറ്റിക്കുവാനുള്ള വെറും പൊടിക്കൈകളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നമ്മളുടെ വിഷയം ഇതാണ്. പാലക്കാട്ട് അറിയാം, ഈ മിടുക്കന്മാരായിട്ടുള്ള ചെറുക്കന്മാരുടെ നേതാക്കന്മാരുടെ കൂമ്പ് വാട്ടിക്കളഞ്ഞ് കേക്കച്ചൻ എന്ന് പറയുന്ന ആ പഴയ തീവെട്ടി ഇന്നും ആവർത്തിക്കുന്നത് കണ്ടു. ഞങ്ങൾ 100 സീറ്റ് മേടിക്കും, 100 സീറ്റ് മേടിച്ചില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുന്നു. നമുക്ക് ഏവർക്കും അറിയാം, UDF-നെ സംബന്ധിച്ചോളം ഇവന്മാരായിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ, ഇവന്മാർ തമ്മിലടിച്ചില്ലെങ്കിൽ ആ സീറ്റ് കിട്ടും.
അതിൻ്റെ എല്ലാം ക്ലെയിം എടുക്കുവാൻ വേണ്ടി ഇയാൾ കാലേക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് 100 സീറ്റ് കിട്ടുമെന്ന്. അങ്ങനെ ഈ പഴയ ഈ കസരമുഖികളെയെല്ലാം നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വലിയ ലക്ഷ്യമാണെന്നെല്ലാം പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, പാലക്കാട്ട് രാഹുലിനെ ഇവന്മാർ മത്സരിപ്പിക്കാതിരിക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനായി രമേഷ് പിഷാരടി എന്ന ഒരു കോമഡി നടനെ കൊണ്ടുവരികയാണ്. രമേഷ് പിഷാരടി എന്ന കലാകാരനോട് നമുക്ക് ഇഷ്ടമാണ്, അദ്ദേഹത്തോട് വെറുപ്പൊന്നുമില്ല, വളരെ സരസമായി സംസാരിക്കുന്ന നല്ല ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള പെറുക്കലിന് എന്തിനാണ് ഇവന്മാർ പോകുന്നത്? എത്രയോ മിടുമിടുക്കന്മാരായ യുവനേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളൊന്നും വേണമെന്നില്ല. മിടുക്കന്മാരായ ആര് നിന്നാലും ജയിക്കുമെന്ന അവസ്ഥയാണുള്ളത്. അന്നേരം ഈ BJP സാധാരണ ഇലക്ഷൻ സമയത്ത് കാണിക്കാൻ പോകുന്നത് പോലെ അഴകുള്ളവനെയും മിടുക്കുള്ളവനെയും തപ്പിപ്പോകുന്ന ഈ പെറുക്കൽ പരിപാടി നിങ്ങളുടെ പാർട്ടിയിലെ നേതാക്കന്മാരെ ഇൻസൾട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന ചെറുപ്പക്കാരനെ അയാളെ നശിപ്പിക്കുവാൻ വേണ്ടി, അതല്ലെങ്കിൽ അയാൾക്കൊരു ഓൾട്ടർനേറ്റീവായി ഒരു കോമഡി താരത്തെ കൊണ്ട് നിർത്തിയാൽ ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതികരിക്കുവാനുള്ള ഒരു അവസരമാണ്. ITV ന്യൂസ് നിങ്ങൾക്കറിയാമല്ലോ, ഭയരഹിതമായി പ്രതികരിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: രാഹുലിന് പകരം കോമഡി പിഷാരടി വന്നാൽ മതിയോ? നിങ്ങളുടെ പ്രതികരണം ഞങ്ങളെ വിളിച്ചറിയിക്കുകയോ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യാം. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.